ഇന്ന് നമുക്കിടയിൽ ഉണ്ടാകുന്ന പ്രധാന പ്രശ്നങ്ങളിലൊന്നാണ് കൂർക്കമ്പലി എന്ന് പറയുന്നത്. കൂർക്കമ്പലി ഒരു അസുഖമാണ് എന്ന് പറഞ്ഞാൽ എത്ര പേര് വിശ്വസിക്കുമെന്ന് എനിക്കറിയില്ല. വിശ്വസിച്ചാലും ഇല്ലെങ്കിലും കൂർക്കമ്പലി ഒരു അസുഖം തന്നെയാണ്. സാധാരണ രീതിയിൽ നമുക്കുണ്ടാകുന്ന ശ്വാസോച്ഛ്വാസത്തിനിടയിൽ ഉണ്ടാകുന്ന തടസ്സമാണ് കൂർക്കമ്പലിയിലേക്ക് നമ്മളെ നയിക്കുന്നത്. അതിന് പല പല കാരണങ്ങളുണ്ട്. ചിലർക്കത് ലങ്സിൻ്റെ അകത്ത് എന്തെങ്കിലും പ്രശ്നങ്ങളാവാം, അല്ലെങ്കിൽ അവർക്ക് ചിലപ്പോൾ മൂക്കിൻ്റെ അകത്ത് പ്രശ്നങ്ങളാവാം, അതായത് മൂക്കിൻ്റെ പാലത്തിനിടയിൽ അല്ലെങ്കിൽ മൂക്കിൻ്റെ അകത്ത്, അങ്ങനെ പല 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 പ്രശ്നങ്ങളുമാണ് ഈ കൂർക്കമ്പലിയിലേക്ക് നമ്മളെ നയിക്കുന്നത്. എന്താണെങ്കിലും ഇതിനൊക്കെ പലതരത്തിലുള്ള ലക്ഷണങ്ങളുണ്ടെങ്കിലും ഇത് നമ്മൾ ആരും അത്ര ശ്രദ്ധിക്കാറില്ല എന്നുള്ളതാണ് ഏറ്റവും വലിയ സത്യം. എന്തായാലും ഇന്നത്തെ ഈ എപ്പിസോഡ് ഞാൻ നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കുന്നു. വളരെ ഈസി ആയിട്ട് തന്നെ കൂർക്കമ്പലിയെ നമുക്ക് കൺട്രോൾ ചെയ്ത് നിർത്താൻ സാധിക്കും. അതെങ്ങനെയാണെന്ന് കണ്ടു നോക്കുക. ആദ്യം തന്നെ നമുക്ക് മീഡിയം ഹീറ്റിൽ ഇതുപോലെ ഒരു പാൻ വെക്കാം. അതിലേക്ക് നമുക്ക് ഒലിവ് ഓയിൽ ഒഴിക്കണം. ഒലിവ് ഓയിൽ മാത്രം ഒഴിക്കുക. ഓക്കെ, അല്പം മതി. ഒരു കാരണവശാലും ഈ ഓയിൽ തിളയ്ക്കാൻ പാടില്ല, ചെറിയ ചൂടോട് കൂടി നിൽക്കാനേ പാടുള്ളൂ. അതുകൊണ്ടാണ് മീഡിയം ഹീറ്റ്. അല്ലെങ്കിൽ ഇനി നമുക്ക് വേണ്ടത് ലെമൻ്റെ പുറത്തെ തോല് മാത്രമാണ്. ഓക്കെ, ഞാൻ ഇങ്ങനെ തോല് മാത്രം കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതുപോലെ തോല് മാത്രം കട്ട് ചെയ്തെടുത്ത് ഇതുപോലെ ചെറിയ ചെറിയ പീസാക്കി വെച്ചിട്ടുണ്ട്. ഈ പീസ് നമുക്ക് ഈ എണ്ണയിലേക്ക് ഇടാം. അതിനുശേഷം ശരിക്കൊന്ന് ഇളക്കി കൊടുക്കാം. തീ കൂടിപ്പോകാതെ ശ്രദ്ധിക്കുക. ഇടയ്ക്ക് ആവശ്യമുണ്ടെങ്കിൽ തീ കുറയ്ക്കാം. ഇനി ഇതിലേക്ക് നമുക്കൊരല്പം തുളസിയുടെ ഇല പിഞ്ചിയിട്ടിടാം. അത് തുളസിയുടെ ഇല കൃഷ്ണ തുളസിയുടെ ഇലയാണെങ്കിലും സാരമില്ല, അല്ലെങ്കിൽ സാധാരണ തുളസിയുടെ ആണെങ്കിലും കുഴപ്പമില്ല. അതിനുശേഷം ശരിക്കൊന്ന് ഇളക്കുക. ആവശ്യമെങ്കിൽ നമുക്ക് ഒരല്പം കൂടി എണ്ണ ഒഴിച്ചു കൊടുക്കാം. അത്യാവശ്യം ചൂടായിട്ടുണ്ടെങ്കിൽ നമുക്ക് പിന്നെ തീ പതുക്കെ ഓഫ് ചെയ്യാവുന്നതേ ഉള്ളൂ. നല്ല 3 അല്ലെങ്കിൽ 4 മിനിറ്റ് നേരം ഇതുപോലെ എണ്ണയിൽ ശരിക്കും ചൂടാകുക. ഒരിക്കൽ കൂടി പറയുന്നു, തിളയ്ക്കാൻ പാടില്ല, ചൂടാകുക മാത്രമേ ചെയ്യാവുള്ളൂ. അങ്ങനെ ചൂടായി കഴിയുമ്പോൾ നമ്മൾ ഇട്ടേക്കുന്ന ഇൻഗ്രീഡിയൻ്റ് എല്ലാ സത്തും ഈ എണ്ണയിലേക്ക് മാറും. നമുക്ക് ആ സത്താണ് ആവശ്യം. ഇനി നമുക്ക് തീ കംപ്ലീറ്റ്ലി ഓഫ് ചെയ്യാം. ശരിക്കും തണുത്ത ശേഷം നമുക്ക് ഈ എണ്ണ ശരിക്കും അരിച്ചെടുക്കാം. ശേഷം ശരിക്കും പ്രസ് ചെയ്യുക. അതായത് നമുക്ക് മാക്സിമം സത്തും വേണം. ഇത് വളരെ കുറച്ചുണ്ടാക്കിയാൽ മതി, ഒരുപാട് ഉണ്ടാക്കി വെക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഇതുപോലെ നമുക്ക് കിട്ടും. ഇനി ഇതിലേക്ക് നമുക്കൊരല്പം യൂക്കാലിപ്സ് ഇടാം. ഒരല്പം മതി. ഓക്കെ, അതിനുശേഷം ഇത് ശരിക്കൊന്ന് ഇളക്കാം. നമ്മുടെ മരുന്ന് റെഡിയാണ്. ഇത് ഉപയോഗിക്കേണ്ട വിധം വളരെ സിമ്പിളാണ്. അതായത് നമ്മൾ കിടക്കുന്നതിന് മുമ്പ് തന്നെ ഈ ഓയിൽ ഒരല്പം എടുക്കുക. അതിനുശേഷം മൂക്കിൻ്റെ മുകൾ ഭാഗത്തായിട്ടും ഒരല്പം തേച്ച് പിടിപ്പിക്കുക. ഇനി മീശ ഇല്ലാത്തവരാണെങ്കിൽ അവർക്ക് ഈ മേൽ ചുണ്ടിന് മേലിൽ ആയിട്ടും തേച്ച് പിടിപ്പിക്കുക. അതിപ്പോൾ എവിടെയെങ്കിലും നിങ്ങൾ തേച്ച് പിടിപ്പിച്ചാൽ മതി. അതായത് ഒന്നെങ്കിൽ മേൽ ചുണ്ടിൽ, അല്ലെങ്കിൽ നിങ്ങളുടെ മൂക്കിൽ. മിക്കവർക്കും മീശയുള്ളവരാണെങ്കിൽ മൂക്കിൽ തന്നെ, മൂക്കിൻ്റെ മുകൾ ഭാഗത്ത് തന്നെ തേച്ച് പിടിപ്പിക്കാൻ ശ്രമിക്കുക. ഓക്കെ, അങ്ങനെ ഒരാഴ്ച അല്ലെങ്കിൽ 2 ആഴ്ച കണ്ടിന്യൂസ് പോയി കഴിഞ്ഞാൽ ഈസി ആയിട്ട് നമ്മുടെ കൂർക്കമ്പലി നിർത്താൻ സാധിക്കും. അപ്പോൾ ഈ ഒരു മരുന്ന് കൊണ്ട് ഈസി ആയിട്ട് നമുക്ക് കൂർക്കമ്പലിയെ കൺട്രോൾ ചെയ്ത് നിർത്താവുന്നുള്ളൂ. അതുകൊണ്ട് തന്നെ താല്പര്യമുള്ള എല്ലാവർക്കും ഉണ്ടാക്കി നോക്കാമെന്നുള്ളത് വളരെ ഈസിയാണ്. ഓക്കെ, അപ്പോൾ കണ്ടത് മനോഹരം, കാണാൻ പോകുന്നത് അതിമനോഹരം. നമുക്ക് കാണാം മറ്റൊരു എപ്പിസോഡിൽ മറ്റൊരു വീഡിയോയുമായി. ഞാൻ വരും നിങ്ങളുടെ സ്വന്തം ജോബി വഴിയിലേക്ക്. അതുവരേക്കും ഷോർട്ട്. കൂടുതൽ വീഡിയോയ്ക്കും വിശകലനങ്ങൾക്കുമായി ഫേസ്ബുക്ക് പേജ് ലൈക്ക് ചെയ്യാനും യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും എൻ്റെ വെബ്സൈറ്റ് സന്ദർശിക്കുവാനും മറക്കാതിരിക്കുക. ജോബി വയലിങ്കൽ.